തഞ്ചാവൂരിലെ പെരിയ കോവിലും വീണയും ബൊമ്മയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ചെന്നത് തഞ്ചാവൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ തഞ്ചാവൂർ പാലസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണത്. വലിയ കുഴപ്പമൊന്നുമില്ല. 1000 രൂപയ്ക്ക് booking.com ബുക്ക് ചെയ്തത്. നല്ല ക്ലീൻ ആയിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് തഞ്ചാവൂർ പെരിയ കോവിലിലേക്ക് പോയത്. ഇവിടെ നിന്നാണ് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉള്ളത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ പോണ്ടിച്ചേരി പിടിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇന്നലത്തെ പോലെ ബ്രഞ്ചായി പോവും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് കഴിക്കേണ്ടി വരും. അപ്പോൾ അതെ, എനിക്കകത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്കാവും കഴിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അല്ലേ. നമ്മൾ ഈ ബൈക്ക് റൈഡിൽ തമിഴ്നാടിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് വന്നെങ്കിലും ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള, ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു കേട്ടോ തഞ്ചാവൂർ. രാവിലെ തന്നെ അതിലേക്ക് കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കരധികം തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു സിറ്റി കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ യൂട്യൂബിലാണ് പോയതെന്നുണ്ടെങ്കിൽ ഇന്ന് രാമാരിയാസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ റിവ്യൂസ് ഒന്നും നോക്കാണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്നുള്ള ഒരു പ്ലാനിൽ കയറിയതാണ്. മസാല ദോശയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തെങ്കിലും തമിഴ്നാട് വന്നതല്ലേ, അപ്പോൾ ഒരു തൈരുവടയൊക്കെ ആവാം. തൈരുവട കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മസാല ദോശ എത്തി. നല്ല നെയ്യുള്ള മുരിഞ്ഞ മസാല ദോശ, കൂടെ ഫിൽറ്റർ കോഫിയും. തഞ്ചാവൂർ പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പെരിയ കോവിൽ, അത് നമ്മൾ രാവിലെ തന്നെ കവർ ചെയ്തു. അവിടെ നിന്നൊരു ബൊമ്മ വാങ്ങണം, അതും നമ്മൾ വാങ്ങി. ഇനി വേണ്ടത് ഈ ബൊമ്മ മേക്കിങ്ങും വീണ മേക്കിങ്ങും എവിടെ കാണും എന്നാണ് നോക്കേണ്ടത്. ഈ ചെന്നൈ സിൽസിന് മുമ്പിൽ വി ലവ് തഞ്ചാവൂർ എന്നൊരു വലിയ ഹോർഡിങ് ഞങ്ങൾ നേരത്തെ പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചപ്പോഴാണ് ഒരു കാറുകാരൻ മുമ്പ് തന്നെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ആ ശ്രമം പാളി. ആ വിഷമത്തോടെ ഞങ്ങൾ നേരെ തഞ്ചാവൂർ പാലസ് കാണാൻ പോയി. ചുറ്റും ചിത്രങ്ങളും അലങ്കാരപ്പണികളും കൊണ്ട് നിറച്ചിട്ടുള്ള ഈ പാലസ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഉള്ളോട്ട് ചെന്നപ്പോൾ ഒരുപാട് വിഗ്രഹങ്ങളാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. നടരാജ വിഗ്രഹങ്ങളുടെ ഒരു കമനീയ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ഒരു വലിയ വെയിൽ ബോണാണ്. ഏതോ ഒരു നീലത്തിമിംഗലത്തിൻ്റെ വലിയ എല്ലും കൂട് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ അസ്ഥികൂടത്തിൻ്റെ മുകളിൽ പണ്ട് നമ്മൾ സ്കൂൾ കാലത്തൊക്കെ ചുവൻ്റെ മുകളിൽ എഴുതുന്ന പോലെ SLOVE R എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പണ്ട് ചോളരാജ വംശകാലത്ത് അവരാരെങ്കിലും എഴുതി വെച്ചതാണോ എന്നറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ചോള രാജവംശത്തിനെ പറ്റിയിട്ടും തഞ്ചാവൂരിനെ പറ്റിയുള്ള ഹിസ്റ്ററികൾ നിറഞ്ഞ ചുമരിലെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. വെള്ള പെയിൻ്റ് അടിച്ച ആ മണിമാളികയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി ടെറസിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല വെയിലും കണ്ണിൽ കൊള്ളുന്ന വെളിച്ചവും കാരണം എനിക്ക് അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നു. താഴെ ഹാളിൽ ചെന്നപ്പോൾ നിരത്തി വെച്ചിരിക്കുന്ന നടരാജ വിഗ്രഹങ്ങൾക്കിടയിൽ പരിചയമുള്ള മലയാള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരിൽ നിന്നും കുറേയധികം വിവരങ്ങൾ കിട്ടി. കുറച്ചൊക്കെ അവിടെ വായിച്ചറിഞ്ഞ് ഞങ്ങൾ മേലെ പുറത്തേക്ക് ഇറങ്ങി. പാലസ് കണ്ട് പുറത്തിറങ്ങി കുറച്ച് ആളുകളുടെ സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ട് ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സ്ഥലം പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ഉള്ളോട്ട് നടന്നിട്ടാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ചെറുതും വലുതുമായ ഒരുപാട് വീണകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രമുഖരായ പല സംഗീതജ്ഞന്മാരും അവിടെ നിന്ന് വീണ വാങ്ങുന്നതിൻ്റെ മറ്റും ഫോട്ടോസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ വീണ മേക്കിങ്ങിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ നിന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ തഞ്ചാവൂരിലെ കാഴ്ചകളോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനായ പോണ്ടിച്ചേരിയിലേക്ക് യാത്ര തിരിച്ചു. സൗത്ത് ഇന്ത്യയിലെ ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ് എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരിയിലേക്ക്. കുറച്ചുകൂടി മുന്നോട്ട് പോയി ക്ഷീണം മാറ്റാൻ ഒരു ഓറഞ്ച് ജ്യൂസ് പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവർ ചേഞ്ച് വിളിച്ചുകൊണ്ട് അമ്മൂട്ടൻ വണ്ടിയുടെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ അമ്മൂട്ടൻ സാരഥിയായ CB കുട്ടൻ പോണ്ടിച്ചേരി ലക്ഷ്യമാക്കി ആ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു.
നമ്മൾ ഇറങ്ങിയത് 12 മണി കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇത്രയും നേരം ഹൈവേ കൂടെ വന്നിട്ട് ഡീഹൈഡ്രേഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ചെണ്ടുമല്ലിത്തോട്ടം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് സൈഡാക്കി. വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് പോവാൻ എന്നായിരുന്നു പ്ലാൻ. വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു 5 മണിയോട് കൂടെ പോണ്ടിച്ചേരി എത്തി. നേരെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്കാണ് ആദ്യം പോകുന്നത്. അടുത്ത വീഡിയോയിൽ പോണ്ടിച്ചേരിയിലെ രാത്രി കാഴ്ചകൾക്കൊപ്പം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം ആർഗി സ്റ്റോറീസ്.